സഭയിൽ അരങ്ങേറിയത് നാടകീയമായിട്ടുള്ള രംഗങ്ങളാണ്. ഇന്നും സഭ സ്തംഭിച്ചു. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടമാണ്. ഈ സമയത്തൊക്കെ തന്നെ ഈ വിഷയങ്ങൾ വലിയ രീതിയിൽ ഉയർന്നു വരാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് സഭയിലും സംസാരിച്ച് അത് അവസാനം വലിയ രീതിയിലുള്ള തർക്കങ്ങൾക്കും നാടകീയമായിട്ടുള്ള ഒരു അവസാനത്തിനും ഇടവച്ചിരിക്കുന്നത്. ശബരിമലയിലെ വിവാദമായ സ്വർണ്ണക്കൊള്ളക്കേസ് മുൻനിർത്തി പ്രതിപക്ഷം ഉയർത്തിയ ശക്തമായ പ്രതിഷേധം സഭാ നടപടികളെ സ്തംഭനത്തിന്റെ അരികിലെത്തിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ അഭാവത്തിൽ ഡെപ്യൂട്ടി ലീഡർ കെ ബാബുവാണ് സഭയിൽ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത്. ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ബഹളത്തിനൊടുവിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ അന്വേഷണം പ്രഹസനമാണെന്ന നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചത്. കേസിലെ പ്രധാന പ്രതികളെല്ലാം ജയിലിന് പുറത്തിറങ്ങിയത് അന്വേഷണത്തിന്റെ പാളിച്ചയാണെന്നും കെ ബാബു ആരോപിച്ചു. തെളിവുകളില്ലാതെയാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തതെന്നും ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കാത്തതിനാലാണ് ഇത്തരമൊരു നീക്കമെന്നും പ്രതിപക്ഷം വാദിച്ചു. സഭാ നടപടികളുമായി സഹകരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു. പ്രതിപക്ഷ ആരോപണങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനാണ് ഭരണപക്ഷം ശ്രമിച്ചത്. നിയമമന്ത്രി പി രാജീവും മന്ത്രി എം.പി. രാജേഷും സർക്കാരിനായി മറുപടി നൽകി. അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. ഇതിൽ സർക്കാരിന് ഒരു റോളുമില്ലെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പ്രതിപക്ഷത്തിന്റെ വിമർശനം വാസ്തവത്തിൽ ഹൈക്കോടതിക്കെതിരെയാണെന്നും മന്ത്രി പറഞ്ഞു. അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കുന്നില്ലെന്നും അത് നേരിട്ട് കോടതിക്കാണ് സമർപ്പിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ നിലപാട് ബി.ജെ.പിക്ക് വഴി ഒഴുക്കലാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. തന്ത്രിക്ക് നിയമപരമായി പ്രത്യേക അവകാശങ്ങളൊന്നുമില്ലെന്നും മറ്റ് പ്രതികളെ പോലെയുള്ള അവകാശമേ ഉള്ളൂ എന്നും മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. യു.ഡി.എഫും ബി.ജെ.പിയും തന്ത്രിയുടെ വക്കാലത്ത് ഏറ്റെടുത്തിരിക്കുകയാണെന്നും ഇതൊരു രാഷ്ട്രീയ ഉപജാപം ആണെന്നും മന്ത്രി ആരോപിച്ചു. അതേസമയം പ്രതിഷേധം തുടരുന്നതിനിടയിലും സ്പീക്കർ ചോദ്യോത്തര വേളയുമായി മുന്നോട്ടു പോയി. ഭരണപക്ഷവും പ്രതിരോധത്തിനായി പോസ്റ്ററുകൾ ഉയർത്തി. സോണിയാഗാന്ധിയും ശബരിമല മുൻ തന്ത്രി കണ്ഠര് മോഹനരും ഉൾപ്പെട്ട പഴയ ചിത്രങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ഭരണപക്ഷം പ്രതിപക്ഷത്തെ നേരിട്ടത്. തുടർച്ചയായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ നിയമസഭാ സമ്മേളനം നാളെ അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു. സഭാ നടപടികൾ ഗില്ലറ്റിൻ അതായത് ചർച്ച കൂടാതെ പാസാക്കുക എന്ന ഈ ഒരു കാര്യം ചെയ്യാനാണ് ധാരണ. ധനവിനിയോഗ ബില്ലും നേറ്റിവിറ്റി കാർഡ് ബില്ലും ഉൾപ്പെടെ 9 പ്രധാന ബില്ലുകൾ നാളെ ചർച്ച കൂടാതെ ഗില്ലറ്റിൻ ചെയ്ത് പാസാക്കാനാണ് ധാരണയായിരിക്കുന്നത്. സഭ പിരിയുന്നതോടെ ഈ രാഷ്ട്രീയ പോരാട്ടം വരും ദിവസങ്ങളിൽ തെരുവുകളിലേക്കും പടരാനാണ് സാധ്യത. കാരണം ഇതിനു മുൻപും സഭ കൂടിയ ദിവസങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ തന്നെ വലിയ രീതിയിൽ പ്രതിപക്ഷം ബഹളവുമായി എത്തിയിരുന്നു. ഇത് ചർച്ച പോലും ചെയ്യാൻ സാധിക്കാത്ത തരത്തിലുള്ള നാടകീയമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു സഭയിൽ നടന്നത്. ഇത്തരത്തിൽ സ്വർണം കട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്നൊക്കെ പാട്ട് പാടിക്കൊണ്ടും പലതരത്തിൽ പ്രതിപക്ഷം ഇതിനെ ആയുധമാക്കാൻ ശ്രമിക്കുമ്പോഴും അവിടെ സോണിയാഗാന്ധിയുമായുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബന്ധത്തെ ചൊല്ലി അതിനെ പറഞ്ഞുകൊണ്ടായിരുന്നു ഭരണപക്ഷം ഇതിനെ എതിർത്തിരുന്നത്. ഇപ്പോഴത്തെ നിലവിലെ അന്വേഷണത്തിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ പ്രതികളെല്ലാം തന്നെ നിലവിൽ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിരിക്കുകയാണ്. കുറ്റപത്രം സമർപ്പിക്കാനായിട്ട് SIT കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ ഒരു ഘട്ടത്തിൽ അന്വേഷണത്തിന്റെ ഈ ഒരു ഗതി എങ്ങോട്ടാണ് ഒഴുകുന്നത് എന്നുള്ള ചോദ്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ തന്ത്രിയെ മാത്രം ഇത്തരത്തിൽ പ്രതിപക്ഷം ആ ഒരു കാര്യം എടുത്തു പറയുന്നുണ്ട്. കാരണം തന്ത്രി ജാമ്യത്തിൽ പുറത്തിറങ്ങിയപ്പോൾ ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മറ്റുള്ള ആരും തന്നെ അധികം പ്രതികരിക്കാൻ തയ്യാറാകാതിരുന്നപ്പോൾ തന്ത്രി പറഞ്ഞിരുന്നത് തന്നെ മനഃപൂർവ്വം കുരുക്കിയതാണ് എന്നാണ്. അതിന് കാരണം പറഞ്ഞത് അന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാരിനെതിരെ ആചാര ലംഘനം പാടില്ല എന്ന ഉറച്ച നിലപാടിൽ നിന്നിരുന്നത് തന്ത്രി കണ്ഠര് രാജീവനായിരുന്നു. അതുകൊണ്ടാണ് തന്നോടുള്ള ദേഷ്യം, ആ ഒരു പകയാണ് തന്നെ ജയിലിൽ കുടുക്കാനുള്ള കാരണമെന്നായിരുന്നു തന്ത്രി പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്ത്രി കൃത്യമായി തന്നെ സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയും ചെയ്തിരുന്നു.
അതുകൊണ്ടാണ് തന്ത്രിയെ തെളിവുകളൊന്നും ഇല്ലാതെ കുരുക്കിയതെന്നാണ് ഒരു വിഭാഗം ഉന്നയിക്കുന്നത്. ഏതായാലും ഇപ്പോൾ സഭ പിരിയുന്നു. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു തർക്കങ്ങളും നാടകീയമായിട്ടുള്ള സംഭവങ്ങളും സഭയിൽ നിൽക്കുന്നതിനാലാണ് സഭ പിരിയുന്നത്. അതേ സമയം തന്നെ ശബരിമല സ്വർണ്ണക്കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൊഴി വിജിലൻസ് പ്രത്യേക സംഘം രേഖപ്പെടുത്തി. സ്വർണം സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കാനാണ് തിരുവനന്തപുരത്ത് വെച്ച് ഇന്നലെ മൊഴിയെടുത്തത്. നൽകിയ സ്വർണത്തിന്റെ അളവ് ഉൾപ്പെടെ സുരേഷ് ഗോപി വിശദീകരിച്ചു. ദേവസ്വം രേഖകൾ പ്രകാരം 27 പേരിൽ നിന്നായി 412 ഗ്രാം സ്വർണമാണ് ലഭിച്ചിട്ടുള്ളത്. ഈ കണക്കിൽ കൂടുതൽ സ്വർണം ലഭിച്ചിട്ടുണ്ടോ എന്നും അതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ടോ എന്നും കണ്ടെത്തുകയാണ് വിജിലൻസിന്റെ ലക്ഷ്യം. മോഹൻലാൽ, ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ തുടങ്ങിയ പ്രമുഖരുടെ സ്വർണ്ണ സമർപ്പണം ഏകോപിപ്പിച്ചതും സുരേഷ് ഗോപിയായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ മൊഴി കേസിൽ നിർണായകമാണ്. ഇതിനോടകം 20 പേരുടെ മൊഴി വിജിലൻസ് രേഖപ്പെടുത്തി കഴിഞ്ഞു. ബാക്കിയുള്ളവരുടെ മൊഴി കൂടി എടുത്ത ശേഷം കേസിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം.